ഹലോ ഗൈസ്, അപ്പോൾ ഇത് ഗ്യാസിൻ്റെ വില ഇങ്ങനെ ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇപ്പോൾ പുതിയ വീട് പണിയുന്നവരും അതുപോലെ തന്നെ വീട് പണിതിട്ടുള്ളവരും ഗ്യാസൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരും പതുക്കെ പുകയില്ലാത്ത വിറകടുപ്പിലേക്കൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം വിറകടുപ്പിനൊക്കെ ഇങ്ങനെ മാർക്കറ്റിൽ ഇപ്പോൾ വിറകടുപ്പ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അടുപ്പ് ഫിക്സ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വീട്ടിലാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു വീടാണ് കേട്ടോ. വളരെ മനോഹരമായിട്ട് പണികളൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. ഏകദേശം പണിയൊക്കെ ഫിനിഷായി, ഇനി ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇതുപോലെയൊക്കെ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും പണിത് വരുമ്പോൾ നല്ല അടിപൊളി വീടാകും കേട്ടോ. അപ്പോൾ നമ്മളിവിടേക്ക് വന്നിരിക്കുന്നത് പുകയില്ലാത്ത വിറകടുപ്പ് ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുക്കളയുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ പാദമൊക്കെ റെഡിയാക്കി ഇട്ടേക്കുവാണ്. ഇവിടെ നമ്മളൊരു അടുപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അടുക്കളയിലേക്ക് നമുക്ക് പോകാവേ. അപ്പോൾ അടുക്കളയൊക്കെ ആണെങ്കിലും നല്ല മനോഹരമായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനലും അതുപോലെ തന്നെ കബോർഡും ഒക്കെ സ്ലൈഡിങ് ആയിട്ടുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെയാണ് കേട്ടോ അടുപ്പ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുപ്പ് ഫിക്സ് ചെയ്യുന്നിടത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് അടുപ്പ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ടുള്ള അടുപ്പും ഇവിടെ കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പാണെങ്കിലും ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന 2mm ജിൻഡാൽ ഷീറ്റിൽ തീർത്ത സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അടുപ്പാണ് ഇവിടെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കാനും എല്ലാ ദിവസവും ഉപയോഗിക്കാനൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു അടുപ്പ് തന്നെ നമ്മൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അത് പറയുന്നുണ്ട്, നല്ല അടുപ്പ് തന്നെ വെക്കുന്നതാണ് നല്ലത്. ഇനി കത്തിക്കാതൊക്കെ കിടക്കുന്നിടത്താണെങ്കിൽ കുഴപ്പമില്ല, സാധാരണ അടുപ്പ് യൂസ് ചെയ്താലും മതി. അത് നമ്മളിന്ന് ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ ഉപയോഗിക്കുന്നിടത്തൊക്കെ നല്ലത് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എവരുടെ ഉപയോഗിക്കേണ്ട സംഭവങ്ങളാണല്ലോ അടുപ്പൊക്കെ. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ അടുപ്പിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്തെ ബോക്സ് വരുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ ബോക്സിനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് അടുപ്പ് വെക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സ്പേസിൽ നമ്മൾ 3 അടുപ്പ് ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ്. കാരണം കുറച്ചും കൂടെ സ്പേസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പാത്രമൊക്കെ മാറ്റി വെക്കാനോ ഒക്കെ സ്പേസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇപ്പം ഈ കറക്റ്റ് അടുപ്പ് ഫിക്സ് ചെയ്യാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും സ്ഥലത്തും കൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ അടുപ്പിട്ട് കൊടുക്കും. അപ്പോൾ ഇത് കുഴിയെടുപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാസ്റ്റേൺ വെച്ചുകൊണ്ടാണ് നമ്മൾ അടുപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് നാളും കൂടി ഈട് നിൽക്കുകയും ചെയ്യും. നല്ലതാണ്, നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് തീ കത്തിച്ചാലും ഒരുപാട് ചൂടൊന്നും പുറത്തേക്ക് പോകുന്നില്ല. പെട്ടെന്ന് നമുക്ക് ആഹാരമൊക്കെ പാകം ചെയ്തെടുക്കാനൊക്കെ പറ്റും. അത് തന്നെയല്ല, ഇഷ്ടികയൊക്കെ ആണെങ്കിലും വെച്ച് ചെയ്യും. അത് വെച്ച് ചെയ്താലും കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടിക ചൂട് കാരണമൊക്കെ ചിലപ്പം പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കാസ്റ്റേൺ ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമേ ഇല്ല, ആ ഒരു പ്രശ്നം കൂടെ വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കാസ്റ്റേൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് അടുപ്പിടാനായിട്ടുള്ള പാതകം മാത്രമേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സ്പേസിലാണ് ഇപ്പോൾ അടുപ്പിടുന്നത്. അപ്പോൾ അടുപ്പിൻ്റെ പണികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ പണികളാണ് ആയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയും കൂടെ ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ വീഡിയോ പുതിയതിടുന്നതൊന്നും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ കൂടി അമർത്തി വെക്കണം കേട്ടോ. നമ്മുടെ അടുപ്പിൻ്റെ ബോക്സ് നമ്മൾ പതുക്കെ ഓപ്പൺ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട്, സാധാരണ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് വെച്ചിട്ട് ഒത്തിരി നാൾ ഈട് നിൽക്കുന്നില്ല, പെട്ടെന്ന് നശിച്ചു പോകും, തുരുമ്പെടുക്കുന്നൊക്കെ കുറേ കംപ്ലൈൻറ്റൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് പുതിയ ഒരടുപ്പ് വന്നേക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ ഇതാണ് ട്രെൻഡിങ് ആയി നിൽക്കുന്നത്. കുറച്ച് കോസ്റ്റ്ലിയാണ്. കണ്ടോ? അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു അടുപ്പിൻ്റെ ബോക്സിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഈ മെയിനായിട്ടിരിക്കുന്ന ഈ ഒരു വലിയ ചതുരത്തിലിരിക്കുന്ന ഇതാണ് നമ്മുടെ അടുപ്പിൻ്റെ ഫ്രെയിമാണ്. അപ്പോൾ ഇത് 2mm തിക്നെസ് ഉള്ള നല്ല ജിൻഡാൽ ഷീറ്റിൽ തീർത്തിട്ടുള്ള അടുപ്പാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ളതാണ്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഇത് അടുപ്പിൻ്റെ തന്നെ മൂടി വയ്ക്കുന്ന അടപ്പുകളാണ് ഈ ഒരു മുകളിലായിട്ട് ഈ റൗണ്ടിൽ കാണുന്നത്. പിന്നെ ഇവിടെ വേറൊരു സംഭവം കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് സംശയം ഉണ്ടായിരിക്കും എന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ അടുപ്പിൻ്റെ ഇതുണ്ട് ഇവിടെ. അപ്പോൾ ഈ അടുപ്പിൻ്റെയൊക്കെ ഇടഭാഗത്തായിട്ട് ചെറിയൊരു ഹോള് കണ്ടോ. അപ്പോൾ ഈ ഒരു ഹോളിൽ ഇടാനുള്ള ഷട്ടറാണിത്. അപ്പോൾ നമ്മൾ ഈ അടുപ്പാണ് കത്തിക്കുന്നതെങ്കിൽ നമ്മളിവിടുത്തെ ഷട്ടർ എടുത്ത് മാറ്റി ഇവിടെ നമ്മൾ ഷട്ടർ ഇടും. അതുപോലെ തന്നെ ഈ അടുപ്പാണ് കത്തിക്കുന്നതെങ്കിൽ ഇവിടെ ഷട്ടർ ഇടുന്നില്ല, ഇവിടെയാണ് നമ്മൾ ഷട്ടർ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഷട്ടറാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം നമ്മൾ ഷട്ടർ ഇട്ട് കൊടുത്താൽ മതി. കത്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിലാണ് നമ്മൾ ഷട്ടർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു അടുപ്പിൻ്റെ ബോക്സിനുള്ളിൽ വരുന്നത്. കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഒപ്പം വരുന്ന അടപ്പ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കൈ പിടിച്ച് അടച്ചു വെക്കാനുള്ള ഒരു മുട്ടും കൂടെ ഉണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഭാഗത്ത് കാണുന്ന ഈ ഒരു വൈറ്റ് കളറുള്ള ഷീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് നമ്മൾ അടുപ്പെല്ലാം ഇട്ട് കഴിഞ്ഞ് ക്ലിയർ ചെയ്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഈ ഒരു ഷീറ്റ് പൊളിച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കത്തിക്കുന്നത്. അതുപോലെ തന്നെ അറിയത്തില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ആദ്യം നമ്മൾ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഈ ഒരു വൈറ്റ് കളറുള്ള ഈ ഒരു ഷീറ്റ് പൊളിച്ച് മാറ്റണം. അപ്പോൾ നമ്മുടെ ഈ നല്ല വെട്ടിത്തിളങ്ങുന്ന നല്ല സ്റ്റീലിൻ്റെ ഒരു ഫ്രെയിം ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് ഇതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉള്ളത് നമ്മൾ പണിയുന്ന സമയത്തൊക്കെ എന്തെങ്കിലും പോറലോ പാടുകളോ അല്ലെങ്കിൽ സിമെൻറ്റോ ഒന്നും വീണ് അത് മോശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അന്നേരം ഒന്നും പൊളിച്ച് കളയുകയില്ല. അപ്പോൾ അടുപ്പിട്ട് നമ്മുടെ ടൈലും ഇട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത് പൊളിച്ച് കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അത്ര നേരം ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ കാണണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ അടുപ്പ് ഇങ്ങനെ അടച്ചു വയ്ക്കും കണ്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്ത് അടച്ചു വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ റെഡ്യൂസറും വരുന്നുണ്ട്. അപ്പോൾ റെഡ്യൂസർ നമ്മളിത് ഇവിടെ വെച്ച് നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് അടുപ്പ് പണിയുന്ന സമയത്തൊന്നും ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. പണിതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആവശ്യമുള്ള ഒരു ഐറ്റമാണിത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആദ്യം തന്നെ സേഫായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം അടുപ്പൊക്കെ പണിത് കഴിയുമ്പോൾ നമുക്ക് റെഡ്യൂസർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെച്ചോ വെക്കാതെയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും ഒരു സംഭവങ്ങളാണ് ഈ ഒരു ബോക്സിൻ്റെ കൂടത്തിൽ തന്നെ വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വില വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ഇത് ക്വാളിറ്റിയിൽ നല്ല ഐറ്റാണ്. അപ്പോൾ സംശയം ഉണ്ടായിരിക്കും എങ്ങനെയാണ് തിക്നെസ്, ഇതിൻ്റെ വീതിക്കാണോ അതോ വെയിറ്റ് കൂടുതലാണോ, ഇങ്ങനെയാണെന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരിക്കും. ചിലർക്ക് മനസ്സിലാകത്തില്ല അത് എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീലൊക്കെ പല ഗേജിലാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 2 mm തിക്നെസ് ഉള്ള 2 mm ഗേജിൽ വരുന്ന സ്റ്റീലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ സ്റ്റീലിൻ്റെ കനം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നശിച്ചു പോകാതെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ആണ് ഇതിൻ്റെ മുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റീലും ഈ അടുപ്പിൻ്റെ തന്നെ മുകൾ ഭാഗത്ത് വരുന്ന സ്റ്റീലും അതുപോലെ തന്നെ ഗേജ് കൂടുതലുള്ള. പിന്നെ അതുപോലെ തന്നെ ഈ അടുപ്പിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇത് കാസ്റ്റേണിൻ്റെ ഒരു റിങ്ങാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ ഈ അടുപ്പിൻ്റെ ഉള്ളിൽ 3 അടുപ്പിൻ്റെയും ഉള്ളിൽ കാസ്റ്റേൺ റിങ്ങുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിലുള്ള റെഡ്യൂസറും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ ബോക്സിനോട് കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഈ മുകൾ ഭാഗം പൊളിക്കുമ്പോൾ റെഡ്യൂസർ കണ്ടില്ലെങ്കിലും പേടിക്കണ്ട, ഈ ബോക്സിൻ്റെ അടിഭാഗത്ത് റെഡ്യൂസർ ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് കാസ്റ്റേൺ ഉള്ളിൽ വെച്ചിട്ടുള്ളതാണ് നല്ലത്, കാസ്റ്റേൺ യൂസ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ്, എന്താണ് കാസ്റ്റേൺ എന്നൊക്കെ പലരും സംശയമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ കാസ്റ്റേൺ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഭാഗത്തായിട്ട് വരുന്ന ഒരു ലെയർ പോലത്തെ ഒരു സംഭവമാണ്. ഇത് ഫുള്ള് കാസ്റ്റേണിൽ തീർത്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത് നമ്മുടെ അടുപ്പിൻ്റെ ഉൾഭാഗത്ത് വെക്കുന്നതാണ്. നമ്മൾ സാധാരണ വെക്കുന്നത് മിക്കപ്പോഴും കട്ട വെച്ച് നമ്മൾ കെട്ടി അത് തേച്ച് നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ കാസ്റ്റേൺ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കട്ട വെച്ച് ആ ഒരു റൗണ്ടിൽ കെട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സംഭവം വെച്ച് ബാക്കി പുറം സൈഡിലൊക്കെ കട്ട ഫില്ല് ചെയ്ത് നമുക്ക് കെട്ടിയെടുത്താൽ മതി. ആ ഒരു ഷേപ്പിൽ കട്ട വെച്ച് കെട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ആണ് നമ്മൾ അടുപ്പിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കട്ട ഇങ്ങനെ വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് കാസ്റ്റേണിൻ്റെ അടുപ്പിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ഒരു റിങ് എന്ന് പറയുന്നത്. ഇത് ഈ അടുപ്പിൻ്റെ ഒപ്പം വരുന്നതല്ല കേട്ടോ, ഈ ഒരു അടുപ്പിൻ്റെ ബോക്സിൻ്റെ ഒപ്പം വരുന്നതല്ല ഈ റിങ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നതാണ്. അത് ആൾക്കാരുടെ ആവശ്യാനുസരണം വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ചിലരൊക്കെ പറയും കട്ട വെച്ച് മതി എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് കട്ട വെച്ചാണ് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാസ്റ്റേൺ വേണമെന്ന് പ്രത്യേകം ആവശ്യപ്പെടുന്ന ആൾക്കാരാണ് കാസ്റ്റേൺ ഉള്ളിൽ വെച്ച് തന്നെ ചെയ്യുന്നത്. അങ്ങനെ രണ്ട് രീതിയിലാണ് അടുപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ചെയ്താലും നല്ലതാണ്. അപ്പോൾ കട്ടയെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ ഈട് നിൽക്കുന്നത് കാസ്റ്റേൺ തന്നെയാണ്.